വെൽക്കം ബാക്ക്. നമ്മൾ ഒരുപാട് നാളായില്ലേ ലോങ് വീഡിയോസ് ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു പർപ്പിളിന്റെ അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയുള്ളത് നോക്കിയാലോ. എന്ന് ഈ ഷോപ്പിൽ വരുന്നോണ്ട് നമുക്ക് അങ്ങനെ സമയം കിട്ടുന്നില്ല വീഡിയോസ് അങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാൻ എപ്പോഴും സ്കിൻ കെയർ പ്രോഡക്ട്സ് തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുക. കാരണം നമുക്ക് ഇങ്ങനെ ഡെയിലി അങ്ങനെ മേക്കപ്പിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. സ്കിൻ കെയർ പ്രോഡക്ട്സ് അല്ലേ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുക. എപ്പോഴും തീർന്നു പോകുന്നു അത് തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഇപ്പൊ ഫസ്റ്റ് വൺ നിവ്യയുടെ ഒരു സൺസ്ക്രീനിന്റെ സാക്ഷിയാണ് കേട്ടോ. അത് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്കിങ്ങനെ ഫ്രീ പ്രോഡക്ട്സ് ഇങ്ങനെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പം ഞാൻ നിവ്യയുടെ ഇത് ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചിട്ട് ഒരു ഫ്രീ പീസ് എടുത്താണ് കേട്ടോ. ഇതുണ്ട്. ഇതും അതുപോലെ തന്നെ ഫ്രീ കിട്ടിയതാണ്. ഇതിപ്പോ ഫസ്റ്റ് കൈ കിട്ടുന്ന എല്ലാം ഫ്രീ പീസ് ആണല്ലോ. ഡവിന്റെ ഹെയർ മാസ്ക് ആണ് കേട്ടോ. ഇത് ഇതുണ്ട്, ഇങ്ങനെയാണുള്ളത്. ഒരു സാഷയെ പോലെ എടുക്കാൻ പറ്റുന്നില്ലല്ലോ. ഇതായിട്ട് ഇതുപോലത്തെ വരും. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് ഞാൻ മുന്നേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പ്രാവശ്യം ഫ്രീ ബീസ് കണ്ടപ്പോൾ ഒന്ന് എടുത്തു. അപ്പോൾ ഇത് നമുക്ക് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ വലുത് വാങ്ങിയാൽ മതിയല്ലോ. ഡാമേജ് തെറാപ്പിയാണ് കേട്ടോ. 10-in-1 ഡീപ് റിപ്പയർ ട്രീറ്റ്മെന്റ് എന്നാണ്. എൻ്റെ ഹെയർ ആണെങ്കിൽ ഫുൾ ഡാമേജഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാലോ ഒരു ഇത്തിരിയെങ്കിലും മാറ്റം ഉണ്ടോന്ന്. അപ്പോൾ ഉണ്ടെങ്കിൽ നമുക്കിത് വലുത് വാങ്ങി നോക്കാം. അപ്പൊ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെയാണ് കേട്ടോ ഈ കാർഡിലുള്ളത്. പിന്നെ അടുത്തത് കുറച്ചധികം ഫ്രീ ബീസ് ആണ് കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിച്ചത് എൻ്റെ പ്ലമ്മിന്റെ എന്താണ് ഫേസ് വാഷ് ആണ് കേട്ടോ. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന റൈസ് വാട്ടർ ആൻഡ് നയാസിനമൈഡ്. എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം, ഞാൻ എൻ്റെ സ്കിൻ കെയർ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഫേസ് വാഷ്. ഒരുപാട് നാളായിട്ട് ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. നല്ലതാണ്, നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൻ ആക്കാനായിട്ട് നല്ലോണം ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇതിനകത്ത് ഇവർ എഴുതിയിട്ടുണ്ട് കേട്ടോ, ഇൻസ്റ്റന്റ്ലി ബ്രൈറ്റൻസ് ആൻഡ് സോഫ്റ്റൻ സ്കിന്ന്. അത് തന്നെയാണ് കേട്ടോ. നമ്മൾ കുറേ നാൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നയാസിനമൈഡ് ആണല്ലോ. അപ്പം ഇത് നല്ലതാണ് കേട്ടോ. ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫേസ് വാഷാണിത്. അപ്പോൾ ഇതാണ് ഞാൻ ഫസ്റ്റ് വാങ്ങിച്ചത്. എൻ്റെ ഫേസ് വാഷ് കഴിഞ്ഞു, അപ്പോൾ അതുകൊണ്ട് ഞാൻ റീസ്റ്റോക്ക് ചെയ്താണ് കേട്ടോ. പിന്നെ ഇതാ എൻ്റെ കയ്യിലുള്ളത് എല്ലാം ഫ്രീ ബീസ് ആണ്. സിമ്പിളിൻ്റെ ഒരു ഫേസ് വാഷ് ആണ് കേട്ടോ, റിഫ്രഷിങ് ഫേഷ്യൽ വാഷ്. ഇത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഫേസ് വാഷാണ്. അതിൽ എല്ലാവരും യൂസ് ചെയ്യുന്ന എല്ലാ ഇൻഫ്ലുവൻസിൻ്റെ വീഡിയോസിലും ഞാൻ കാണാറുണ്ട്, ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വീഡിയോസിൽ. പക്ഷേ ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം ഫ്രീ ബീസിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് വാങ്ങി നോക്കിയതാണ്, ഒന്ന് യൂസ് ചെയ്ത് നോക്കാൻ എങ്ങനെയുണ്ടെന്നുള്ളത്. പിന്നെ അത് തന്നെ ഈ കുഞ്ഞു കുഞ്ഞു സൈസ് സാധനങ്ങളാകുമ്പം നമുക്ക് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം കൊണ്ടുപോകാമല്ലോ. അപ്പം അങ്ങനെ ഞാൻ ഇങ്ങനെ ഫ്രീ ബീസ് കിട്ടുന്ന സാധനമെല്ലാം ഞാനിങ്ങനെ സൂക്ഷിച്ച് വെക്കും കേട്ടോ. കാരണം നമ്മൾ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഫേസ് വാഷ്, നമ്മുടെ സ്കിൻ കെയർ, നമ്മുടെ എല്ലാം ഇതുണ്ട്. ഇത്ര വലുത് നമുക്കിത് കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടല്ല. ഈ സൈസിൽ നമ്മുടെ എല്ലാ പ്രോഡക്റ്റും വരുമ്പോഴത്തേക്കും കുറച്ച് വലിയതാവുമല്ലോ. അപ്പോൾ ഈ പിരിപിരു സാധനങ്ങളാണെങ്കിൽ നമുക്ക് കൊണ്ടുപോകാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ ഞാൻ ഇതിങ്ങനെ വെക്കും. പിന്നെ നമ്മൾ അടുത്ത ഫ്രീ ബീസ് ഏകദേശം ആ സെയിം സാധനം കിട്ടുമ്പോൾ ഞാൻ ആദ്യം കിട്ടിയത് യൂസ് ചെയ്യും. അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് വൺ ഇതാണ്. അപ്പോൾ നമുക്കിപ്പം ഫ്രീ കിട്ടിയ 3 സാധനമായി അല്ലേ. സിമ്പിളിന്റെ ഫേസ് വാഷ്, നിവ്യയുടെ സൺസ്ക്രീന്, പിന്നെ ഡവിന്റെ ഹെയർ മാസ്ക്. അപ്പം 3 ഐറ്റമായി ഫ്രീ കിട്ടിയത്. ഇപ്രാവശ്യം 3-4 കിട്ടിയിട്ടുണ്ട്. ഇത് പ്ലമ്മിന്റെ ബോഡി ലോഷനാണ് കേട്ടോ. ഇത് പറഞ്ഞ പോലെ ഫ്രീ കിട്ടിയതാണ്. ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ് കേട്ടോ. നല്ല സ്മെല്ലാന്ന് തോന്നുന്നു. നല്ലൊരു വനില, നല്ലൊരു നല്ല സ്മെല്ലാണ്. ഒരു കാരാമൽ നല്ല ഇതാണ് കേട്ടോ. അപ്ലൈ ചെയ്യാൻ നല്ല രസമുണ്ട്. കണ്ടോ, പെട്ടെന്ന് ഇതാവുന്നുണ്ട്. എന്താ, പെട്ടെന്ന് ബ്ലെൻഡ് ആവുന്ന ടൈപ്പ് കേട്ടോ. നല്ല കൺസിസ്റ്റൻസിയാണ്. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. നല്ലൊരു എന്താ പറയുക, ഒരു ചോക്ലേറ്റിന്റെ ഒരു സ്മെല്ല്. ഇതായത് വനിലയാണ് കേട്ടോ ഇതിന്റെ ഇൻഗ്രീഡിയന്റ് എന്ന് പറയാൻ. വനില ഫ്രാഗ്രൻസ് ആണ്, വനില കാരാമല്ലോ. അതിന്റെ കറക്റ്റ് സ്മെല്ല് തന്നെയാണ് കേട്ടോ. ഇതിപ്പോ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടെന്ന് ആവശ്യമില്ല, എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടാവും. ഞാനേ ഉണ്ടാവുള്ളൂ ഇതൊന്ന് യൂസ് ചെയ്തായിട്ട്. അപ്പൊ എന്തായാലും 2 ഞാൻ ഫ്രീ ബീസ് ആണ് കേട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തത് എൻ്റെ സെറമാണ്, നയാസിനമൈഡിന്റെ തന്നെ, പ്ലമ്മിന്റെ നയാസിനമൈഡ്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. ഇത് തീർന്നു കേട്ടോ. അപ്പൊ ഞാൻ ഇതോർന്ന് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്.
ഇനി അടുത്തത് ഇതാണ്ടല്ലേ ഹൈഫണ്ട് സെറമാണ് കേട്ടോ. ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് എന്താണ് പിഗ്മെന്റേഷന് വേണ്ടിയിട്ടുള്ള സെറമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഡ്യുവൽ ഫേസ് അഡ്വാൻസ്ഡ് ഡീ പിഗ്മെന്റേഷൻ സെറം. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട് കേട്ടോ. ട്രാനാക്സിമിക് ആസിഡ്, നയാസിനമൈഡ്, വൈറ്റമിൻ B12, പിന്നെന്താണ് ബ്യൂട്ടി, ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. അപ്പം എന്താണെന്നുള്ളതൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം. അപ്പം എന്തായാലും നോക്കാം. അപ്പം ഇത് യൂസ് ചെയ്തിട്ട് എൻ്റെ റിസൾട്ട് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ എൻ്റെ സ്കിൻ കെയറിൽ പുതിയതായിട്ട് ആഡ് ചെയ്യുന്ന ഒരു ഐറ്റം. അത് മോർണിംഗ് സ്കിൻ കെയറിൽ എന്തായാലും എൻ്റെ ഈ നയാസിനമൈഡ് സെറം ആയിരിക്കും. അപ്പോൾ ഇത് നൈറ്റ് സ്കിൻ കെയറിൽ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം പിഗ്മെന്റേഷൻ മാറുമെന്നുള്ളത്. ഇനിയിപ്പോൾ ഇത് ഈ ഒരൊറ്റ ഐറ്റം കൂടെ ഉള്ളൂ കേട്ടോ. ഫോക്സ്ടെയിലിൻ്റെ ലിപ് ബാമാണ്. ഇതും ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണല്ലേ. ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള, ഞാനതിൽ എനിക്ക് ചേരുമെന്ന് തോന്നിയ ഒരു ഷെയ്ഡ് അങ്ങ് സെലക്ട് ചെയ്തതാണ്. അറിയില്ല എന്താണ് അവസ്ഥ എന്നുള്ളത്. സാധാരണ ഞാൻ എപ്പോഴും ഇങ്ങനെ കളർലെസ് ആയിട്ടുള്ള ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഞാൻ മെലാലൂബിൻ്റെ പിഗ്മെൻറ്റേഷന് വേണ്ടിയിട്ടുള്ള ഇതാണ് ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത്. അതിൽ കളറൊന്നുമില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ തന്നെ ടിൻറ്റഡ് ആയിട്ടുള്ള ലിപ് ബാം യൂസ് ചെയ്യാൻ നോക്കുന്നത്. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട്. ഓക്കെ, നല്ലൊരു ഷെയ്ഡ് അല്ലേ. ഒരു ഡെയിലി ലിപ്സ്റ്റിക് ഒന്നും ഇടാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഇത് സൂപ്പർബായിരിക്കും കേട്ടോ. എനിക്ക് ചേരുമെന്നുള്ളത് അറിയില്ല. അപ്പം എന്തായാലും നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. നോക്കിയിട്ട് ഇങ്ങനെ ഒരു വട്ടം ഇട്ട് കഴിയുമ്പോൾ വലിയ കളറൊന്നും പറയാനായിട്ടില്ല കേട്ടോ. നമ്മൾ ഫസ്റ്റ് അത് കണ്ടോ ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടത് ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള ഒരു ഷെയ്ഡല്ലേ. നമ്മൾ ലിപ്പിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെ അത്രയും ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡ് അല്ല കേട്ടോ. ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ്. ജസ്റ്റ് ഒരു ടിൻ്റ് ഉണ്ടെന്നേ ഉള്ളൂ, നമ്മളൊരു ലിപ് ടിൻ്റൊക്കെ ഇട്ട പോലെ. പിന്നെ നല്ല നറിഷ്മെൻ്റ് ആണ് കേട്ടോ. കണ്ടോ നല്ലോണം നറിഷ് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, നമ്മൾ ഈ ഗീ ഒക്കെ നമ്മൾ ലിപ്പിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നൊരു ഫീലില്ലേ, അങ്ങനെ ഒരു ഫീലാണ് കേട്ടോ. നല്ല എൻ്റെ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഡ്രൈ ലിപ്സ് ആണ്. അപ്പോൾ എനിക്കിത് നല്ലതാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഇതിൻ്റെ വേറെ 1-2 ഷെയ്ഡ്സും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് വരുന്ന വീഡിയോസിൽ അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവേ. കണ്ടോ ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഭയങ്കരമായിട്ട് എടുത്ത് കാണിക്കുന്നൊന്നുമില്ല. കളറിൻ്റെ കാര്യമായിട്ടാണ് പറയുന്നത്. ജസ്റ്റ് ഒരു ടിൻ്റ് ഒരു ബെറ്റർ ആയിട്ടുണ്ട് അല്ലേ. നമ്മുടെ ലിപ്സ് കാണാനായിട്ട് ഒരു ബെറ്റർ ആയിട്ടുണ്ട് അല്ലേ. നമ്മൾ അധികം ആർഭാടായിട്ടൊന്നും ഇട്ടിട്ടില്ല താനും, എന്നാൽ കാണുമ്പോൾ ഒരു ഫൈൻ ലുക്കാണ് അല്ലേ. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ഇനി നമുക്ക് ഡെയിലി ഇതിട്ട് നോക്കാം. ഇനി ഇതും ഈ പറഞ്ഞ പോലെ പെപ്റ്റൈഡ്സ്, വൈറ്റമിൻ സി, ഹൈലറോണിക് ആസിഡ്, ഇതൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ബ്രൈറ്റനിങ് ലിപ് ബാം ആണ് കേട്ടോ. SPF 30 ഉണ്ട്, വിച്ച് ഈസ് ദ ബെസ്റ്റ് പാർട്ട്. പിന്നെ SPF ഉള്ള ലിപ് ബാം ആയതുകൊണ്ട് തന്നെ നല്ലതാണ് കേട്ടോ. ലിപ്പ് പിഗ്മെന്റ് ആവാണ്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഓൾറെഡി ഉള്ള പിഗ്മെന്റേഷൻ കുറയ്ക്കുമോ എന്നുള്ളത് നമുക്കിത് ഒരു 1-2 മാസമൊക്കെ ട്രൈ ചെയ്ത് നോക്കിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ബ്രൈറ്റ്നിങ് ലിപ് ബാം എന്നാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ സ്മെല്ല് നല്ല സൂപ്പർ ബട്ടർ സ്മെല്ലാണ് കേട്ടോ. നമ്മുടെ ബോഡി ലോഷൻ ഇല്ലേ നമ്മളിപ്പോൾ കാണിച്ച ഇത് ക്യാരമൽ, വനില ആൻഡ് ക്യാരമൽ, ഇതിന്റെ ഈ സെയിം സ്മെല്ല് തന്നെയാണ് കേട്ടോ. ഇതിന് നല്ലൊരു ക്യാരമലിന്റെ സ്മെല്ല്, അടിപൊളിയാണ്. പക്ഷെ ഇതൊരു ടിൻറ്റഡ് എന്നുള്ള നിലയ്ക്ക് അത്ര ടിൻറ്റഡ് അല്ല. ഇതിന്റെ കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡും കൂടി ഉണ്ട് കേട്ടോ. അപ്പം ടിൻറ്റഡ് ആയിട്ടുള്ള ലിപ് ബാം ഉള്ളവര് ഇത് വാങ്ങണ്ട, ആ ഷെയ്ഡ് വാങ്ങിച്ചോളൂ കേട്ടോ. കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് അത് വാങ്ങിച്ചു. എന്നതാ എന്റെ ഇടയ്ക്ക് തക്കട് ഒന്ന് വന്നതാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ഡാർക്ക് ഷെയ്ഡ് മേടിക്കാം കേട്ടോ. പിന്നെ ഇത് ലൈറ്റ്, പിന്നെ അതുപോലെ തന്നെ കളർലെസ് ആയിട്ടുള്ള ഒന്നും കൂടെ ഉണ്ടായിരുന്നു ഇതിന്റെ. അപ്പം അതും നല്ലതായിരിക്കും. പിന്നെ ഇതും ഞാൻ പറഞ്ഞല്ലോ കളർ ഇല്ല, ജസ്റ്റ് ഒരു ടിന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കുഞ്ഞായിട്ട് കണ്ട ലിപ്പിൽ അത് ഇടുന്നതനുസരിച്ച് കുറച്ച് ടൈം കഴിയുന്നതനുസരിച്ച് ആ കളർ അങ്ങോട്ട് കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ്. പിന്നെ ഇത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇത് അപ്ലൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത്. പിന്നെ ഈ ടൈം ആയിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇത്രയാണ് കേട്ടോ മേടിച്ചത്. 1, 2, 3, 4 ഈ 4 പ്രോഡക്റ്റാണ് മേടിച്ചത്. 4 പ്രോഡക്റ്റ് മേടിച്ചപ്പോൾ നമുക്ക് 5 പ്രോഡക്റ്റ് ഫ്രീ. അതാണ് പർപ്പിളിൻ്റെ ഏറ്റവും നല്ല ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഫ്രീബീസ് എല്ലാം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും.
അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനോ ഹെയറിനൊക്കെ നമുക്ക് ചേരുമെങ്കിൽ നമുക്ക് മേടിച്ചാൽ മതിയല്ലോ. നമുക്ക് സൂട്ടായിട്ടുള്ള സാധനങ്ങൾ മാത്രം മേടിച്ചാൽ മതി. നമുക്ക് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. ഞാൻ അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സാധനങ്ങൾ പെറുക്കിക്കൊണ്ട് വരുന്നുണ്ട്. ഞാനിവിടെ ഇരുന്ന് ചെയ്യുന്ന കാണുമ്പോൾ അവർക്കും ഇങ്ങനെ ഓരോന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം തക്കുവിന്റെ സൗണ്ടൊക്കെ എല്ലാവരും ക്ഷമിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം. പിന്നെ നമ്മൾ എന്നും കടയിൽ വരുന്നതുകൊണ്ട് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ലോങ് വീഡിയോ ഇടാനായിട്ട് പറ്റുന്നില്ല. അതാണ് പറ്റുമ്പോഴൊക്കെ ഇതുപോലെ എന്തെങ്കിലും കണ്ടന്റ് ആയിട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുള്ള വീഡിയോസ് നിങ്ങൾ കമന്റിൽ അറിയിക്കുക. പിന്നെ ഏതെങ്കിലുമൊക്കെ പ്രോഡക്റ്റിന്റെ റിവ്യൂ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പൊ ഇപ്പൊ ഞാൻ ഈ കാണിച്ച പ്രോഡക്ട്സിന്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പൊ ഇഷ്ടപ്പെട്ടവരൊക്കെ ചെക്ക് ചെയ്ത് നോക്കും. ബൈ.